കോമ്പാക്ട് എസ് യു വി ആണെങ്കിലും ഒരു പടുകൂറ്റൻ ഫാൻ ഫോളോയിങ് ഉള്ള ഒരു മോഡലാണ് നിസാൻ കിക്സ്. അതിറങ്ങിയ സമയത്ത് എൻട്രി ലെവൽ സെഗ്മെൻറ്റിൽ ഒരു തരംഗമുണ്ടാക്കിയിരുന്നു. എന്നാൽ ഇന്ന് പുതിയ ജനറേഷൻ നിസാൻ കിക്സ് വളർന്നിരിക്കുന്നു, അത് വലിപ്പത്തിലും എൻജിൻ സൈസിലും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻട്രി ലെവൽ സെഗ്മെൻറ്റിലേക്ക് നിസാൻ്റെ മറ്റൊരു മോഡലിൻ്റെ വരവ്, നിസാൻ മാഗ്നൈറ്റ്. നിസാൻ മാഗ്നൈറ്റ് നമുക്ക് പരിചയമുള്ള പേരാണ്. 1.5 ലക്ഷത്തിലേറെ യൂണിറ്റുകളാണ് നിസാൻ മാഗ്നൈറ്റ് ഇന്ത്യയിൽ വിറ്റഴിഞ്ഞത്. ഇന്ന് 65 രാജ്യങ്ങളിലേക്ക് എത്താൻ തയ്യാറെടുത്ത് നിൽക്കുന്ന നിസാൻ മാഗ്നൈറ്റിൻ്റെ പുതിയ വേർഷൻ, അത് GCC UAE മേഖലയിലേക്കൊക്കെ എത്തുമ്പോൾ ശരിക്കും ഇംപ്രസ് ചെയ്യാൻ തക്കവണ്ണം ആഗോള നിലവാരമുള്ള ഫീച്ചറുകളും ക്ലാസ് ലീഡിംഗ് പവറുമൊക്കെയായി പുതിയൊരു തരംഗമാവാൻ തയ്യാറെടുത്താണ് നിൽക്കുന്നത് നിസാൻ മാഗ്നൈറ്റ്. കിയ സോണറ്റ്, ടൊയോട്ട റേസ്, എന്തിന് സുസുക്കി സ്വിഫ്റ്റ് പോലും അടങ്ങുന്ന എൻട്രി ലെവൽ സെഗ്മെൻറ്റിൽ ഒരു ടെർബോ ചാർജ്ഡ് എൻജിൻ, സ്പേഷ്യസ് ഇൻറ്റീരിയേഴ്സ്, ബോൾഡ് ഡിസൈൻ, അപ്ഗ്രേഡഡ് ടെക്, ഇതെല്ലാം ചേർത്താണ് നിസാൻ മാഗ്നൈറ്റ് വ്യക്തിമുദ്ര പതിപ്പിക്കുന്നത്. നിസാൻ മാഗ്നൈറ്റിൻ്റെ ഡിസൈൻ വളരെ ബോൾഡ് ആൻഡ് പ്രീമിയമാണ്. ഇതാ ഇത് കണ്ടോ, ഈ ഒരു വീതിയുള്ള ഗ്രില്ല്, അത് ഡ്യുവൽ ടോൺ കളറിൽ. അതുപോലെ തന്നെ ഇവിടെ ഇത് ഫ്ലോട്ടിംഗ് സ്കിഡ് പ്ലേസ് എന്ന് അവർ വിളിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് എന്ന് എന്താ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിഡ് പ്ലേറ്റ് ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടെന്നാണ്, അതാണ് നിസാൻ്റെ ഡിസൈൻ ഇൻ്റർപ്രിട്ടേഷൻ. പിന്നെ LED ലൈറ്റ് ക്ലസ്റ്റർ, അത് ഈ ഹെഡ് ലാംപ്സ് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഡിമ്മും ബ്രൈറ്റും രണ്ടും ഒരേ ഷാർപ്നെസ്സോടുകൂടി ഡെലിവർ ചെയ്യാൻ തക്കവണ്ണം ഉള്ള ബൈ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ്. പിന്നെ ഇവിടെയുള്ളത് ഒരു ടേൺ ഇൻഡിക്കേറ്റർ. ഈ ടേൺ ഇൻഡിക്കേറ്റർ ഇവർ വിളിക്കുന്നത് ലൈറ്റ് സേബർ ഡിസൈൻ എന്നാണ്, അതായത് സ്റ്റാർ വാർസിലെ സോഡ് പോലെയാണത്രേ. പിന്നെ ഒരു L ഷേപ്ഡ് ഡേ ടൈം റണ്ണിംഗ് ലാംപ്സ്, അതും കൂടെ ചേരുമ്പോൾ LED ക്ലസ്റ്റർ കംപ്ലീറ്റ്. പ്രൊഫൈൽ ഡിസൈനും ഈക്വലി ഇംപ്രസീവ് ആണ്. 16-inch അലോയ് വീൽസ്, റൂഫ് സ്പോയിലർ ആൻഡ് റൂഫ് റെയിൽസ്. റൂഫ് റെയിൽസ് കാണാൻ മാത്രമല്ല 50 കിലോഗ്രാം ഭാരം വഹിക്കാനും കൊള്ളാം. നിസാൻ മാഗ്നൈറ്റിൻ്റെ ഡിസൈൻ ജോമെട്രിയിൽ പുറത്തും അകത്തും എടുത്തു നിൽക്കുന്ന ഒരു ഷേപ്പാണ് ഹെക്സഗൺ. അത് ഗ്രില്ലിൻ്റെ ഉള്ളറകളായാലും പുറകിലത്തെ ലൈറ്റിനകത്തുള്ള ആ ഹണിക്കോം ഡിസൈൻ ആയാലും ഈ ഉള്ളിലുള്ള AC വെൻസ് ആയാലും ആ സീറ്റിലുള്ള ആ ഒരു ക്വിൽറ്റഡ് ഡിസൈൻ ഉണ്ടല്ലോ അതായാലും എല്ലാം ഹെക്സഗൺ മയം. ഇൻഫാക്ട് ഇതൊരു ജോമെട്രിക് ഡിസൈൻ കൺസിസ്റ്റൻസ് നൽകുന്നുണ്ട്. ഡിസൈനും കളറും ടെക്സ്ചറും കൊണ്ട് നിസാൻ മാഗ്നൈറ്റിൻ്റെ ക്യാബിനിൽ ഒരു പ്രീമിയം ബോൾഡ് എൻവയൺമെൻറ്റ് ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കൈ എത്തുന്നിടത്തെല്ലാം സോഫ്റ്റ് ടച്ച് ലെതററ്റാണ്. പിന്നെ ഹീറ്റ് ഗാർഡ് ടെക് എന്ന് ഇവർ വിളിക്കുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചർ, ഈ സീറ്റ് മെറ്റീരിയലിന് ഒരു കോട്ടിംഗ് ഉണ്ട്. അത് അൾട്രാ വയലറ്റ് രശ്മികളെ അകറ്റി നിർത്തുക വഴി 10% ഹീറ്റ് റിറ്റൻഷൻ കുറയ്ക്കുന്നു. എന്ന് വെച്ചാൽ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്തുള്ളിൽ കയറി ഇരിക്കുമ്പോൾ കുറച്ചൊരാശ്വാസം. മാഗ്നൈറ്റിൻ്റെ നീളം അണ്ടർ 4 meters ആണ്, പക്ഷേ ഉള്ളിൽ സ്പേസിന് യാതൊരു ക്ഷാമവുമില്ല. അതിൻ്റെ കാരണം ഒരു 2.5 meter വീൽ ബേസ് ആണ്. ദാ ഇവിടെ തന്നെ നോക്കൂ, കാല് നീട്ടി വയ്ക്കാൻ ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. ക്ലാസ് ലീഡിംഗ് സ്പേസ് ആണ്. പിന്നെ ബൂട്ട് സ്പേസ് ആണെങ്കിലും 336 ലിറ്റർ ബൂട്ട് സ്പേസിൽ തുടങ്ങി ഈ സീറ്റുകൾ മറിച്ചിട്ടാൽ 690 ലിറ്റർ സ്പേസ്. വെരി തോട്ട്ഫുൾ. നിസാൻ്റെ ഡിസൈൻ ടീമിന് ഡ്രൈവറോടുള്ള കരുതലിൻ്റെ എക്സാമ്പിളാണ് ഇതാ ഈ കോക്പിറ്റിലെ സർവ്വ കൺട്രോൾസും കംഫർട്ടബിളായിട്ട് കയ്യെത്തി പിടിക്കാവുന്ന തലത്തിലാണ്. അതുപോലെ തന്നെ ഇതാ ഈ ഒരു റിയർ വ്യൂ മിറർ കണ്ടോ, ഇത് ഫ്രെയിംലെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് കുറേ കൂടെ വൈഡ് വ്യൂ കിട്ടും. നിസാൻ മാഗ്നൈറ്റിനെ ചലിപ്പിക്കുന്നത് ഒരു 1 liter ടർബോ ചാർജ്ഡ് എഞ്ചിനാണ്. അതൊരു CVT ട്രാൻസ്മിഷനോട് മേറ്റ് ചെയ്തിരിക്കുന്നു. പവർ ഡെലിവറി വളരെ സ്മൂത്താണ്. 99 ഹോഴ്സ് പവർ നൽകുമ്പോഴും ഇതിനെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും വളരെ മികച്ചതാക്കുന്നത് ഒരു 152 Nm ടോർക്ക് ഡെലിവറിയാണ്. അതുകൊണ്ട് തന്നെ ഹൈവേസിലായാലും അത് ആക്സിലറേഷൻ ചെയ്യുമ്പോഴായാലും ഇതുപോലെ ഇങ്ങനെ ക്ലൈംബ് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ആവശ്യത്തിന് പവർ ധാരാളം എപ്പോഴും ഉണ്ട്. നിസാൻ്റെ പുതിയ മാഗ്നൈറ്റ് ഞാൻ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് UAE റോഡ്സിലല്ല, ചെന്നൈ പ്ലാന്റിലെ ഒഫീഷ്യൽ ടെസ്റ്റ് ട്രാക്കിലാണ്.
It is actually, very nice, very nice. എടുത്തു പറയേണ്ട ഒരു സംഗതി ഒരു സബ് കോമ്പാക്ട് SUV എന്ന നിലയിലുള്ള ഇതിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. പ്രത്യേകിച്ചും ഹൈവേ സ്പീഡ്സിലൊക്കെ വളരെ കോൺഫിഡൻറ്റ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റേബിൾ ഡ്രൈവാണ്. മാത്രമല്ല ഒരു സ്പോർട്ടി ലെവലിൽ കുറച്ചൊക്കെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ കോർണറിങ് എടുക്കാനാണെങ്കിലും റാമ്പിലായാലും ഒക്കെ വളരെ കോൺഫിഡൻസ് നൽകുന്ന സ്റ്റെബിലിറ്റിയാണ്. ടെർബോ ചാർജ്ഡ് എഞ്ചിനാണ്, പക്ഷേ ടെർബോ ലാഗ് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. യാത്രാസുഖം എങ്ങനെ? പൊതുവേ സബ് കോമ്പാക്ട് SUVs കുറച്ച് നോയ്സിയാണ്, പക്ഷേ ഇതിൻ്റെ ഗ്ലാസ് ഒക്കെ ക്ലാസ് ലീഡിങ് തിക്നെസ് ഉള്ള സംഗതിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ക്വയറ്റാണ്. പിന്നെ സസ്പെൻഷൻ സെറ്റിങ്സ് വളരെ കാം ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡ് നൽകുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന കുറച്ചൊരു റോഡ് നോയ്സും വിൻഡ് നോയ്സും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ സബ് കോമ്പാക്ട് SUV. വളരെ ഗുഡ് വൺ. ഹാൻഡ്ലിംഗ് വളരെ റെസ്പോൺസീവ് ആയതുകൊണ്ട് തന്നെ ഒരു ഹാച്ച് ബാക്ക് പോലെ എൻജോയബിൾ ആണ് ഇതിൻ്റെ ഡ്രൈവ്. അത്യാവശ്യം പവർ നൽകുമ്പോഴും നിസാൻ്റെ ഈ എൻജിൻ വാഗ്ദാനം ചെയ്യുന്നത് 17.3 km/L ഫ്യൂവൽ ഇക്കോണമിയാണ്. കൊള്ളാം. ജബൽ ജൈസിലേക്കുള്ള യാത്രയിൽ ഒരു തവണ പോലും ഡ്രൈവ് മാറ്റി ലോവർ ഗിയർ ഇടേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, ഈ ലോവർ ഗിയർ ഉള്ളതുകൊണ്ട് തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് സ്റ്റഡി ആയിട്ട് പോരാം, ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ആവശ്യമില്ലാതെ. ഓട്ടോമോട്ടീവ് ടെക്കീസിനെ കൊരുത്തിരിപ്പിക്കാൻ ഒരു എഞ്ചിൻ വിശേഷം പറയാം. നിസാൻ മാഗ്നൈറ്റിൻ്റെ ടെർബോ ചാർജ്ഡ് എഞ്ചിൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു മിറർ ബോർ സിലിണ്ടർ കോട്ടിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. അത് കടമെടുത്തിരിക്കുന്നത് സാക്ഷാൽ നിസാൻ GTRൽ നിന്നാണ്. അതായത് കണ്ണാടി പോലെയുള്ള ഫിനിഷ് ഉള്ളതുകൊണ്ട് എഞ്ചിൻ്റെ ഉള്ളിൽ റെസിസ്റ്റൻസ് കുറയുന്നു, പെർഫോമൻസും ഫ്യൂവൽ ഇക്കോണമിയും അതുകൊണ്ട് തന്നെ മെച്ചമാകുന്നു. കളർ എങ്ങനെയുണ്ട്? ക്ലാസിക് ഗ്രേ. പക്ഷേ ട്രെൻഡിങ് ആകുന്ന മറ്റൊരു കളറുണ്ട്, സ്പ്ലാഷ്ഡ് ഓവർ എവ്രിവെയർ. ഈ നിസാൻ മാഗ്നൈറ്റിൻ്റെ ആ ഒരു ബോൾഡ് ഡിസൈനിന് ചേരുന്ന ട്രെൻഡിങ് കളർ ഫ്ലെയിമിംഗ് ഓറഞ്ച്. പക്ഷേ ഇതൊക്കെ ചേർത്ത് വില എത്രയുണ്ട്? 3 ട്രിമുകളിലായി 59,900 മുതൽ 71,900 വരെ. ഡിസൈൻ കൊണ്ട് മതിപ്പുളവാക്കുന്ന ഊർജ്ജസ്വലമായ ഒരു കോമ്പാക്ട് SUVക്ക് തരംഗമാവാൻ സാധ്യത ഒരുക്കുന്ന വില.